ഹായ് പോയിന്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അഥവാ എക്സ്പ്രഷൻ ഓഫ് ലവ്, പ്രണയം നമുക്ക് എങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇത് പ്രധാനപ്പെട്ടതാവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല കൗൺസിലിംഗ് കേസിൽ വരുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അഥവാ അതൊരു ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായി വരുമ്പോൾ പലർക്കും പരാതി പറയാനുള്ളത് ഹസ്ബൻഡിന് എന്നോട് തീരെ സ്നേഹമില്ല, ഹസ്ബൻഡിന് പറയാനുള്ളത് ഭാര്യയ്ക്ക് എന്നോട് തീരെ സ്നേഹമില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ രണ്ടുപേരെയും ഒന്ന് ഇരുത്തി സംസാരിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അവർ പരസ്പരം പറയുക, ഹസ്ബൻഡ് പറയുക എനിക്ക് എൻ്റെ ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത് അവൾക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ ഭാര്യയും പറയും എനിക്ക് എൻ്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല, അതെങ്ങനെ പ്രകടിപ്പിക്കേണ്ടത് എനിക്ക് അറിയില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സൈക്കോളജിയിൽ ഒരു 20 ടിപ്സുകൾ, അതായത് ദാമ്പത്യ ജീവിതത്തിൽ ഹസ്ബൻഡ് വൈഫിനിടെ എങ്ങനെ പ്രണയം നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്നത്, പ്രണയം നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് 20 സൈക്കോളജിക്കൽ ടിപ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിലും ഇതിനെ തുടർന്നുള്ള വീഡിയോസിലുമൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ളത്. അപ്പോൾ എൻ്റെ പേര് ഷൗക്കത്ത്, ഞാൻ ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് ട്രെയിനറാണ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. വെൽക്കം ടു മൈ ചാനൽ പോയിസ്. ചർച്ച ചെയ്യുന്നതിന് മുന്നേ നമ്മൾ 3 തരം പ്രണയത്തെക്കുറിച്ച്, 3 തരം ഇഷ്ടങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നാമത് സെൽഫിഷ്നെസ് ലവ് എന്ന് പറയും. സെൽഫിഷ്നെസ് ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുന്നുണ്ടെങ്കിൽ, എനിക്ക് ഇന്ന ആളെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് ഇന്ന നേട്ടം കിട്ടുന്നുണ്ട് എന്നതുകൊണ്ട് ഞാൻ അയാളെ സ്നേഹിക്കുക, ഇതിനെയാണ് നമ്മൾ സെൽഫിഷ്നെസ് ലവ് എന്ന് പറയുന്നത്. മറ്റൊന്നുണ്ട് ട്രാൻസാക്ഷണൽ ലവ് എന്നാണ് പറയുക. അതായത് അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു, നാളെ അവരെന്നെ സ്നേഹിക്കാതായാൽ ഞാൻ അവരെയും സ്നേഹിക്കില്ല. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ലവ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. മൂന്നാമതൊന്നുണ്ട് അൺകണ്ടീഷണൽ ലവ് എന്നാണ് ഇതിന് പറയുക. യാതൊരു കണ്ടീഷനും ഇല്ല, യാതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേ ഒന്നും നമ്മൾ നോക്കുന്നില്ല, പക്ഷെ നമുക്ക് അവരോട് വല്ലാത്തൊരു ഇഷ്ടമാണ്, നമുക്കൊരു ഭയങ്കര സ്നേഹമാണ്. ഇതിനെയാണ് നമ്മൾ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുക. യഥാർത്ഥത്തിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടതും ഈ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് വേണ്ടത്. ഒന്നും ആഗ്രഹിക്കാതെ അവരെന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഒന്നും നോക്കാതെ നമുക്ക് അവരെ ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം അവരെ സ്നേഹിക്കുന്നു. ഇതാണ് അൺകണ്ടീഷണൽ ലവ്. ഈ അൺകണ്ടീഷണൽ ലവ് ആണ് നമ്മൾ തുടർന്ന് പോകേണ്ടത് എന്ന ആമുഖം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ടിപ്സിലേക്ക് കടക്കാം. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രണയം നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അതിൻ്റെ ഭർത്താവിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ഒരു സൈക്കോളജി വെച്ചിട്ട് ഈ പ്രണയം എക്സ്പ്രസ് ചെയ്യുന്നത് അവർക്ക് വല്ലാതെ ഇഷ്ടമാണ്. അവരുടെ സൈക്കോളജി ചേർന്നൊരു ഭാഗമാണ് ഈ ലവ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവരതിനോട് കൂടുതൽ അറ്റാച്ച് ആവുന്ന ഒരു പ്രകൃതമാണ് സ്ത്രീകൾക്കുള്ളത് എന്ന് സൈക്കോളജി പറയാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇഷ്ടമുള്ള സ്പെഷ്യലായൊരു പേര് വിളിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ്. അഥവാ ഭർത്താവ് ഭാര്യ ഭർത്താവിനോട് പരസ്പരം സംസാരിച്ച് അവർക്ക് ഇഷ്ടമുള്ള ആരും വിളിക്കാത്ത ഒരു പേര്, അവർക്ക് സ്പെഷ്യലായ ഒരു പേര് കണ്ടെത്തുക. നമ്മൾ ഭാര്യയ്ക്കാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മറ്റാരും വിളിക്കാത്ത ഒരു സ്പെഷ്യലായൊരു പേര് കണ്ടെത്തി അത് ഭാര്യയോട് പറയുന്നത് ഞാൻ ഈ പേരിലായിരിക്കും, എനിക്ക് സ്നേഹം കൂടുമ്പോൾ നിന്നെ വിളിക്കുക എന്ന് പറയാം. അതുപോലെ തന്നെ ഭാര്യ തിരിച്ചും പറയാം. അങ്ങനെ ആ പേരിൽ പരസ്പരം അഭിസംബോധന ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ ഇണക്ക് ഒരു വല്ലാത്തൊരു ഫീലിംഗ് വരും. എന്താ എന്നെ വിളിക്കുന്ന ആ ഒരു ഇഷ്ടം കൊണ്ടാണ് വിളിക്കുന്നത് എന്ന് തോന്നുകയും ആ ഒരു രീതിയിലൊരു സ്പെഷ്യലായൊരു ഫീല് കിട്ടുകയൊക്കെ ചെയ്യും അങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പങ്കാളിയോട്, നമ്മുടെ ഇണയോട് സ്പെഷ്യലായ, ആരും വിളിക്കാത്ത സ്പെഷ്യലായ ഇഷ്ടമുള്ള നല്ല രീതിയിലുള്ള പേര് വിളിച്ച് അവരെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് അവരോട് എന്ത് ചെയ്യുക, മുഖത്ത് നോക്കി സംസാരിക്കുക എന്നുള്ളതാണ്. പരസ്പരം നമ്മൾ സംസാരിക്കുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, നമ്മൾ ചിലപ്പോൾ എന്നും കാണുന്ന ആളുകളാണ്, എന്നാലും നമ്മൾ സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കാം. അത് ഉണ്ടാക്കുന്നൊരു ഫീലുണ്ട്. അഥവാ നമ്മൾ ആ വ്യക്തിയെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നും ആ വ്യക്തിയെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും ആ വ്യക്തിയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നെല്ലാം ഉണ്ടാക്കുന്ന വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മൾ ഒരു അശ്രദ്ധരായി നമ്മൾ അവിടെയും ഇവിടെയും എല്ലാം തിരിഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കൂടെ അപ്പുറം നിൽക്കും നമ്മുടെ ഇണക്കൊരു പക്ഷേ അത് ഉൾക്കൊള്ളാറോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് ഇയാളൊന്നും ഗവനിക്കുന്നില്ല, ഇയാൾ വേണ്ടതിൽ എടുക്കുന്നില്ല എന്നുള്ള രീതിയിലൊരു ചിന്ത വരാനൊക്കെ കാരണമാകും. അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത്. അപ്പോൾ അഥവാ നമ്മൾ ആൾക്ക് കെയർ കൊടുക്കുകയാണെന്ന്, നിങ്ങൾ പറയുന്ന കാര്യത്തെ ഞാൻ പൂർണ്ണമായി ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ ഫോക്കസ് നിങ്ങളിലേക്കാണ് എന്നൊരു ഇതാണ് നമ്മൾ അവിടെ മാനസികമായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ടിപ്പ് ആളുടെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ടിപ്പ് പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ജോലിക്ക് പോകുമ്പോഴും നമ്മൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴൊക്കെ ഒരു ഒട്ടുമിക്ക ഫാമിലിയും പക്ഷേ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരുണ്ടാവും, അതല്ലെങ്കിൽ അത് ഈ ഫാമിലി ഹസ്ബൻഡ് ജോലിക്ക് പോകും, വൈഫ് വീട്ടിലായിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പുഞ്ചിരിക്കുക. ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ ജോലി സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ പ്രഷറിലൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ച്, അല്ലെങ്കിൽ അതൊക്കെ പിന്നീട് സമയത്തേക്ക് മാറ്റി വെച്ച് ആ കയറി വരുന്ന സമയത്ത് ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക, അതുപോലെ പരസ്പരം കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളത് നമ്മുടെ പ്രണയം എക്സ്പ്രസ് ചെയ്യാനുള്ള, നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ടിപ്പായിട്ട് സൈക്കോളജി പറയുന്നുണ്ട്.
നാലാമതൊരു കാര്യം എന്ന് വെച്ചാൽ സമ്മാനങ്ങൾ കൈമാറുക എന്നുള്ളതാണ്. സമ്മാനങ്ങൾ കൈമാറുക എന്ന് പറയുമ്പോൾ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കുക. അത് വെഡിങ് ആനിവേഴ്സറി തന്നെ ആവണമെന്നില്ല, അല്ലെങ്കിൽ ബർത്ത്ഡേ തന്നെ ആവണമെന്നില്ല. അതൊന്നും എല്ലാത്തിനെയും നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമല്ലോ. ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഹസ്ബൻഡ് വൈഫിനും, വൈഫ് ഹസ്ബൻഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും മതി. നമുക്ക് വളരെ ചെറിയ വലിയ പണം മുടക്കി ഗിഫ്റ്റ് കൊടുക്കണമെന്നൊന്നുമില്ല. വളരെ ചെറിയതായ രീതിയിൽ നമ്മളെന്തെങ്കിലും കൊടുത്താൽ തന്നെ അത് അവർക്ക് ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറുതായി നമ്മളെന്തെങ്കിലും കൊടുത്താൽ മതി, അത് ഭയങ്കരമായിട്ട് അവരെ ഹാപ്പിനെസ് അവർക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇണയെ പ്രകീർത്തിക്കുക എന്നുള്ളതാണ്. ഒരുപാട് നല്ല ഗുണങ്ങൾ നമ്മുടെ ഇണക്കുണ്ടാവും, അതുപോലെ ഒരുപാട് മോശമായ കാര്യങ്ങൾ നമ്മുടെ ഇണക്കുണ്ടാവും. ഈ ഭൂമിയിൽ ആരും പെർഫെക്റ്റ് ആയി എന്താ പറയുക, ഇപ്പോൾ 100% 100% നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളെ നമുക്ക് ഒരിക്കലും കിട്ടിയെന്ന് വരില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് നല്ല ഗുണങ്ങളുണ്ടാവും. അപ്പോൾ ഇണയിലെ നല്ല ഗുണങ്ങളെ എടുത്ത് നമ്മൾ പ്രശംസിക്കുക തന്നെ നമ്മൾ വേണം. അതിന് നമ്മളൊരു ഈഗോ വിചാരിക്കേണ്ടത് ആവശ്യമില്ല. എൻ്റെ വൈഫാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക ഒരാളെ ഭർത്താവിനോടാണെങ്കിൽ ഒക്കെ അവരുടെ നല്ല ഗുണങ്ങളുണ്ട്, ആ ഗുണങ്ങൾ ഇടയ്ക്ക് പ്രശംസിക്കുക. അവരെന്തൊരു ഭക്ഷണം ഉണ്ടാക്കി, ഭക്ഷണം വളരെ നന്നായിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ പറയുക. അത് നമ്മുടെ പ്രണയം എക്സ്പ്രസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ഇഷ്ടം കൂടാനുള്ള ഒരു കാരണമാണ് ആ ഗുണങ്ങളെ പ്രകീർത്തിക്കുക. ആറാമത്തെ എക്സ്പ്രഷൻ ഓഫ് ലവിൻ്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പരസ്പരം ഹഗ് ചെയ്യുക അഥവാ ആലിംഗനം ചെയ്യുക എന്നുള്ളതാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫും അവരുടെ കൺവീനിയൻ്റ് ആയ ഒരു സ്പേസിൽ, കൺവീനിയൻ്റ് ആയ ടൈമിൽ അവർ പരസ്പരം ഹഗ് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്താവാം, ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്താവാം. ആ ഒരു രീതിയിൽ അവർ പരസ്പരം ഒരു ദിവസത്തിൽ 2-3 തവണ ഹഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഹഗ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 30 സെക്കൻഡെങ്കിലും ആ ഹഗ്ഗിങ് ദീർഘം ആ ഹഗ്ഗിങ്ങിന് ഉണ്ടായിരിക്കുക. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ അങ്ങനെ ഒരു 30 സെക്കൻഡെങ്കിലും ഒരു കൂടുതൽ സമയം നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പല ഹോർമോണുകളും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നെല്ലാം പഠനങ്ങളുണ്ട്. ഓക്സിറ്റോസിനെ പോലുള്ള ഹോർമോണുകൾ ഉണ്ടാവുക, നമ്മൾക്കിടയിൽ ഒരു വൈകാരിക ബന്ധം, ഒരു സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാനെല്ലാം അത് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആറാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പരസ്പരം ഹഗ് ചെയ്യാൻ ദിവസത്തിൽ 2-3 തവണ വ്യത്യസ്ത സന്ദർഭങ്ങളിലായിട്ട്, വ്യത്യസ്ത സമയങ്ങളിലായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, ഇണകൾ തമ്മിൽ ഹഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ആറാമത്തെ പോയിന്റ്. ഏഴാമത്തെ പോയിന്റ് പരസ്പരം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, മുസ്ലിംസുകളാണെങ്കിൽ നിസ്കരിക്കാറുണ്ട്. നിസ്കരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് നിസ്കരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും അല്ലെങ്കിലും ചിലപ്പോഴെങ്കിലും നമുക്ക് അതിന് സമയം, വല്ലപ്പോഴെങ്കിലും നമ്മൾ അതിന് സമയം കണ്ടെത്തുക, ഒന്നിച്ചിരുന്ന് നിസ്കരിക്കുക. അവരെന്ത് ചെയ്യുക, പരസ്പരം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ മറ്റുള്ള വിശ്വാസികളാണെങ്കിൽ അവരും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഒരു പരസ്പരം സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രണയം നമുക്ക് തുറന്നു കാണിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ മനസ്സിലാക്കുക. എട്ടാമതൊരു കാര്യം വെച്ചാൽ നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളത്, അഥവാ സംസാരം സ്നേഹത്തോടെ ആവുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ റിലേഷൻഷിപ്പാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ ഹാപ്പിനെസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ആഴത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇണയാണ് നമുക്ക് ഏറ്റവും നമ്മുടെ വിശ്വസിച്ച് നമ്മുടെ കൂടെ വന്ന നമ്മുടെ ഇണയോട് നമ്മൾ എന്ത് ചെയ്യുക, സംസാരിക്കുന്ന സമയത്ത് സ്നേഹത്തിൽ കടന്ന് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പല പിണക്കങ്ങളും ഉണ്ടാവും, പല പ്രശ്നങ്ങളും എല്ലാ ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇണങ്ങുമ്പോൾ മറക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പിണങ്ങുമ്പോൾ പറയാവൂ എന്നുള്ള കാര്യം. അപ്പോൾ ചീത്തയായ വാക്കുകളും മറ്റു മോശപ്പെട്ട രീതിയിലുള്ള പദപ്രയോഗങ്ങളും നടത്താം, നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് ഒരു എക്സ്പ്രഷൻ ഓഫ് ലവിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒൻപതാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള സന്ദേശങ്ങൾ കൈമാറുക, അത് പ്രണയ സന്ദേശങ്ങൾ കൈമാറുക എന്നതാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും, പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് തീരെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു മേഖലയാണിത്. കാരണം അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും, ഒരുപാട് ബിസി ആയിരിക്കും, ഒരുപാട് കാര്യങ്ങൾ അവർ ഒരു പക്ഷേ ബിസി ആയിരിക്കും. എന്നാൽ ഒരു വൈഫിനെ സംബന്ധിച്ച് ഒരു പക്ഷേ അധികം ആളുകൾ ചില പക്ഷേ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ആളുകളാവും. അപ്പോൾ ഈ വീട്ടിലിരിക്കുമ്പോൾ ഈ വൈഫിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവ് ഒന്ന് വിളിച്ചെങ്കിൽ, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചെങ്കിൽ എന്തെല്ലാം അവർ ആഗ്രഹിക്കുന്ന സമയമുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ജോലി തിരക്കാണെങ്കിലും ഇടയ്ക്ക് ഒരു മിനിറ്റ്, അല്ലെങ്കിൽ നമുക്കൊരു 30 സെക്കൻഡ് മാത്രം മതിയാവും. ഒന്ന് വാട്സാപ്പ് എടുത്ത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് എടുത്ത് ഒരു ഐ ലവ് യു എന്ന് എഴുതി അയക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രണയ രീതിയിലുള്ള മെസ്സേജുകളോ, അല്ലെങ്കിൽ അവർക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലും മെസ്സേജുകളോ നമുക്ക് അയക്കാൻ ഒരു 30 സെക്കൻഡ് മാത്രം നമ്മൾ പക്ഷേ കണ്ടെത്തിയാൽ മതിയാവും. അതുപോലെ തിരിച്ച് വൈഫിനും ഹസ്ബൻഡിനും അയക്കാനും, അതുപോലെ തന്നെ ജോലിക്കിടയിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ, അല്ലെങ്കിൽ വാട്സാപ്പിലോ എന്തെങ്കിലും രീതിയിൽ ഒരു മെസ്സേജ്, ഒരു സ്നേഹ സന്ദേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് കൈമാറുക. ആ സന്ദേശം ലഭിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ, നമ്മുടെ ജോലിയിടയിൽ നമ്മൾ അയക്കുമ്പോൾ നമുക്കൊരു 30 സെക്കൻഡ് മാത്രമേ ചിലവാകുള്ളൂ. പക്ഷേ ആ മെസ്സേജ് റിസീവ് ചെയ്യുന്ന തൻ്റെ പങ്കാളിക്ക് അത് ഉണ്ടാക്കുന്ന വലിയൊരു സന്തോഷമുണ്ട്, വലിയൊരു ഹാപ്പിനെസ് ഉണ്ട്. അഥവാ ഇത്രയും തിരക്കിനിടയിലും തൻ്റെ ഇണ തന്നെ ഓർക്കുന്നുണ്ട്, തൻ്റെ ഭർത്താവിനെ ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും തിരക്കിനിടയിലും തൻ്റെ ഭർത്താവിനുള്ളിൽ ഞാനുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ ഭാര്യയ്ക്ക് ലഭിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇണക്ക് ലഭിക്കാൻ അത് വല്ലാതെ കാരണമാകുന്നെല്ലാം പഠനങ്ങൾ പറയുന്നുണ്ട്. പത്താമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പത്താമത്തെ ഒരു കാര്യം പറയാനുള്ളത്. വീട്ടിൽ വരുമ്പോൾ ഭർത്താവ് ഒരു ഭാഗത്ത് ഭക്ഷണം കഴിക്കുന്നു, ഭാര്യ വേറെ ഭാഗത്ത് ഭക്ഷണം കഴിക്കുന്നു എന്ന്
പല്ലവി മാറ്റിയിട്ട് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ആ ഭക്ഷണത്തിൽ തന്നെ എന്താ പറയുക, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വായിലിട്ട് കൊടുക്കുക എന്നെല്ലാം വളരെ സ്നേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ ഓഫ് ലവിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാറുണ്ട്. ഇനി നമ്മൾ ഇതൊരു 10 പോയിന്റുകളാണ് നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കൊരു 10 പോയിന്റ് കൂടെ നമുക്ക് പറയാനുണ്ട്. നമുക്കത് വരും എപ്പിസോഡുകളിലൊക്കെ എല്ലാം പറയാം. അപ്പോൾ ഇതുവരെ ഇതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആകെ കണ്ടന്റ് ഉള്ളത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.